എങ്ങനെയാണ് നമ്മുടെ കയ്യിൽ നിന്ന് റിമോട്ട് പോയെന്ന് അറിയണം. നമ്മൾ മനസ്സിനോട് എപ്പോഴും പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മുടെ മുതിർന്നവരൊക്കെ നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? കൺട്രോൾ ചെയ്യണം, സ്ട്രോങ് ആവണം, നല്ല കുട്ടിയാവണം, ഇങ്ങനെയല്ല റിയാക്ട് ചെയ്യേണ്ടത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. നമ്മൾ അനുഭവത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഇവിടെ അങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇവിടെ റിയാക്ട് ചെയ്യണം, നല്ലോണം ഷൗട്ട് ചെയ്താലേ കാര്യം നടക്കുള്ളൂ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അനുഭവത്തിൽ നിന്നും മറ്റുള്ളവർ പറഞ്ഞു തന്നും നമുക്ക് നന്നായി അറിയാം. നമ്മളുടെ കയ്യിലൊന്നും ഒതുങ്ങാത്ത രീതിയിലായി നമ്മുടെ റിയാക്ഷൻ. അത് കരച്ചിലാവട്ടെ, വിഷമാവട്ടെ, ദേഷ്യമാവട്ടെ, അങ്ങനെ ഒന്നും നമ്മളുടെ കയ്യിൽ ഒതുങ്ങുന്നില്ല. ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്നു കൺട്രോൾ ചെയ്യണം. എങ്ങനെ? പരിശീലനമില്ലാത്ത ഒരു കുട്ടിയുടെ കയ്യിൽ ഒരു കാറിന്റെ സ്റ്റിയറിംഗ് കൊടുത്ത് ഓടിച്ചോളാൻ പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതുപോലെ തന്നെയാണ് പരിശീലനം കിട്ടാത്ത ഒരു മനസ്സിന്റെ കയ്യിൽ നമ്മുടെ ജീവിതത്തിന്റെ കൺട്രോൾ കൊടുക്കുന്നത്. ശാന്തമാകാൻ പറഞ്ഞാൽ ശാന്തമാകില്ല. അവിടെ ഡിഫെൻസീവേ ആവുള്ളൂ, അവിടെ പ്രതിരോധം മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം അതല്ലാതെ നമുക്കൊന്നും അറിയില്ല. പ്രോബ്ലം നമുക്ക് ഈ വരുന്ന ഇമോഷനുകളല്ല, പ്രോബ്ലം നമ്മളുടെ മനസ്സ് ട്രെയിൻഡ് അല്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ നിങ്ങളോട് തന്നെ ഏറ്റവും കൂടുതൽ കൺട്രോൾ ചെയ്യാൻ പറയുന്ന ആ ഇമോഷൻ ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. എങ്ങനെയാണ് ഈ മനസ്സിനെ കൺട്രോൾ ചെയ്യേണ്ടത്? ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. താങ്ക് യു.